ശരിക്കും ഈ സിനിമ കഴിഞ്ഞിട്ട് ഇത് കുറെ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, സത്യരാജ് ഇതേപോലെ ലാലേട്ടനെ പോലെ വില്ലനായിട്ട് വന്നതാണ് അവിടെ. രജനീകാന്തിന്റെ ഒക്കെ വില്ലനായിട്ട്, കൊടും വില്ലനായിട്ട് വന്ന ആളാണ് സത്യരാജ്. പിന്നെ സൈഡ് റോളുകൾ ചെയ്തിട്ട് സത്യരാജ് ഹീറോയായി അഭിനയിച്ചു തുടങ്ങി. ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററാണ് രാജാവിന്റെ മകൻ. രാജാവിന്റെ തമിഴ്. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ സത്യരാജ് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അന്ന് സ്റ്റേജിൽ ലാലേട്ടനെ നിർത്തി പറഞ്ഞു, ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചതിൽ എനിക്ക് ആദ്യത്തെ സൂപ്പർ ഹിറ്റ് കിട്ടിയത് രാജാവിന്റെ മകന്റെ റീമേക്ക് ആണ്. പിന്നെ എനിക്കൊന്ന് ചിത്രം, താളവട്ടം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഇതിലൂടെയാണ് ഞാൻ ശരിക്കും സിനിമകളുടെ റീമേക്ക് അവിടെ ഹീറോ ആയിട്ട് സത്യരാജാണ് അഭിനയിച്ചത്. അതേപോലെ ഹിന്ദിയിൽ ജിതേന്ദ്ര ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പൊ ഇത് കുറെ ഭാഷയിലേക്കൊക്കെ റീമേക്ക് ചെയ്തിട്ട്, കന്നഡയില് ആരാന്ന് ഞാൻ മറന്നുപോയി, കന്നഡ ചെയ്തത് ആരാന്ന് പറഞ്ഞു, കന്നഡയിലുണ്ട്, തെലുങ്ക് ഉണ്ട്, ഇതിലൊക്കെ റീമേക്ക് 4-5 ഭാഷയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, ഇന്ന് അത് കഴിഞ്ഞിട്ടാണ് തമ്പിങ്ങാനന്ദൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ശരിക്കും എല്ലാം ലാലേട്ടനെ വെച്ച സിനിമ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഭൂമിയിലെ രാജാക്കന്മാര്, അതുപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു നാടോടി, കുറെ സിനിമകൾ ഒന്നാമൻ വരെ ലാലേട്ടനെ വെച്ച് ചെയ്തു. ചെയ്തതിലെല്ലാം ഒരു 99% ഒരു ഈ ഒന്നാമൻ മാത്രമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫ്ലോപ്പ് ആയത്. ബാക്കി എല്ലാം ഹിറ്റാണ്. മമ്മൂക്ക വെച്ചിട്ട് എന്റെ ഓർമ്മയിൽ പിന്നെ ചെയ്തിട്ടില്ല. അവര് പക്ഷെ ഭയങ്കര സൗഹൃദം. കാരണം തമിഴ്നാട് മരിച്ചപ്പോൾ ആദ്യം കാണാൻ വന്നത് മമ്മൂക്കയായിരുന്നു. ഇനി ഇവിടെ മമ്മൂക്കയെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തച്ചിലെടുത്ത് ചൂണ്ടക്കാൻ തോന്നുന്നു, അത് തമിഴ്നാട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു മേ ബി ഇപ്പൊ രാജാവിന്റെ മകൻ ഹിറ്റായി, അപ്പൊ അവരൊരു ഹിറ്റ് കോംബോ പോലെ ആയല്ലോ. അതിന്റെ ഇടയ്ക്ക് ആ രാജാവിന്റെ മകൻ വീണ്ടും റീമേക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ന്യൂസ് ഒക്കെ പിന്നെ കേട്ടു. റീമേക്ക് ആണോ അതിന്റെ സെക്കൻഡ് പാർട്ടാണോ? കാരണം സുരേഷ് ഗോപിക്ക് അപ്പോഴേക്കും സ്റ്റാർ ആയില്ല, അങ്ങനെ ഒരു ന്യൂസ് ഒക്കെ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റീമേക്ക് ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ കാലത്ത് ഇപ്പൊ നമ്മൾ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ 21-ാം നൂറ്റാണ്ടില് പ്രണവ് മോഹൻലാൽ വന്നു. അതേപോലെ ഈ കാലത്തിന് രാജാവിന്റെ മകൻ സെക്കൻഡ് പാർട്ട് വന്നല്ലോ. പക്ഷെ ഇന്ന് ചെയ്യുമ്പോൾ കുറെ ശ്രദ്ധിക്കണം, കുറെ പൊളിറ്റിക്സ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതുപോലെ ഒരു മിനിസ്റ്ററൊക്കെ ഇങ്ങനെ കാണിച്ചില്ല. കാരണം അതിലൊരു മിനിസ്റ്റർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇല്ലീഗൽ അഫെയർ അതിലൊരു കുട്ടി ഉണ്ടെന്നൊക്കെ പറയണതൊക്കെ ഇന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെൻസറിങ് പ്രശ്നം. കാരണം ആ സിനിമയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ഓപ്പൺ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ട് പോവില്ലേ, പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ലാലേട്ടനെ പോലെ ഒരു സ്ട്രോങ് ക്യാരക്ടറിന് രാജാവിന്റെ മകനായി വരണല്ലോ. അപ്പൊ അദ്ദേഹം മരിക്കുന്ന ഒരു സീൻ വരാന്ന് നമുക്ക് ആലോചിക്കാനും പറ്റില്ല. പക്ഷെ ആ സിനിമ ശരിക്കും അന്ന് ഇവർക്ക് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ടെക്നിക്കലി കുറെ കൂടി ബ്രില്യന്റ് ആയിട്ട് ചെയ്യായിരുന്നു ആ സിനിമ. അത് ഇവരൊന്നും തീരെ പൈസ ഇല്ലാതെയാണ് സിനിമ ചെയ്ത് എറണാകുളം പരിസരങ്ങളൊക്കെ ഇങ്ങനെ, അതായത് ശരിക്കും കണ്ടാൽ മനസ്സിലാവും, ഇന്ന് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അത്രയും പ്രതീക്ഷ ഇല്ലാണ്ടതായോണ്ടായിരിക്കും ഇത്രയും വൻ വിജയം ആവാനും ചാൻസ് ഉണ്ടല്ലോ. അൺഎക്സ്പെക്ടഡ് ആയി കിട്ടുന്ന ഒരു വിക്ടറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ ആണല്ലോ, ഒരു ഭാഗ്യം. എന്തായാലും ഇപ്പോഴും ടി വിയിൽ വന്നാൽ എല്ലാവരും ഇരുന്ന് കാണുന്നതാണ് ഒരു സിനിമയാണ്. അതായത് അതിന് 39 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ജനറേഷൻ അതിന് ശേഷം വന്നു, എന്നാൽ അത് കാണാത്ത മലയാളികൾ ഇല്ല ശരിക്കും. ഇനിയിപ്പോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കണം. ലാലേട്ടന്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് പറഞ്ഞാൽ ചിലപ്പോ വീണ്ടും കാണാതെ ശരിയാണ്. പാവം മോഹൻലാൽ അങ്ങനത്തെ ഒരു, അതിൽ നിന്ന് നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയ ഒരു ചിത്രമാണ് രാജാവിന്റെ മകൻ. ഇത് പറഞ്ഞപ്പോഴ വേറെ കാര്യം ഓർത്തായിരുന്നു. സുരേഷ് ഗോപി ഇതില് ലാലേട്ടന്റെ മടി കിടന്ന് മരിക്കുന്നു പറഞ്ഞല്ലോ. അന്ന് സുരേഷ് ഗോപി പുതുമുഖമാണല്ലോ. അപ്പൊ സുരേഷ് ഗോപിയുടെ അച്ഛനൊന്ന് പറഞ്ഞിരുന്നത്, അതായത് ലാലേട്ടന്റെ മടി കിടന്നാണ് മരിച്ചിരി, മോഹൻലാലിന്റെ മടി കിടന്നേ മരിച്ചത്, ഇനി പിടിച്ചാൽ കിട്ടില്ല മലയാള സിനിമയിൽ എന്നും പറഞ്ഞിട്ട് പിന്നെ ശരിയാണ്, പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ സുരേഷ് ഗോപിക്ക് റിയൽ ലൈഫിൽ IPS എക്സാം എഴുതാൻ എന്തോ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ ആ സമയത്താണ് രാജാവിന്റെ മകന്റെ ഓഫർ വരുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് എന്താണ്, അപ്പൊ പരീക്ഷ പിന്നെ എഴുതാം. ഇപ്പൊ ഇതുവരെ അതുവരെ വലിയ റോളുകളൊന്നും കിട്ടിയിരുന്നില്ല, ചെറിയ ചെറിയ റോളുകളൊക്കെ കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെയാണ് പരീക്ഷയൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഒരു ത്രൂ ഔട്ട് റോള്. പക്ഷെ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി IPS ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എഴുതാൻ പോയെങ്കിൽ അദ്ദേഹത്തിന്റെ പോലീസ് വേഷങ്ങൾ പല പേർക്കും പോലീസ് ആവാനുള്ള ഒരു ആവേശം നൽകിയ വേഷമാണല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ രാജാവിന്റെ മകൻ കാണാത്തവരെന്തായാലും കാണണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് റീവാച്ച് ചെയ്യാനും തോന്നും. അപ്പൊ ജൂലൈയില് ഇതേപോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ജൂലൈ മാസം ശരിക്കും മലയാള സിനിമയിൽ അപ്പൊ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തും, ഒരു ജൂലൈത്തെ മൂവീസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ. അപ്പൊ അതുവരെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.